കേവലം 5 രൂപ പ്രതിമാസ സ്കൂൾ ഫീസ് വൈകിയതിന്റെ പേരിൽ ക്ലാസിന് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ള പാവം ബാലൻ. വൈകിയെങ്കിലും ഭക്ഷണവുമായി എത്തിയിരുന്ന അമ്മയെയും കാത്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ വിശന്ന് തളർന്നിരുന്ന കുഞ്ഞു രാജമാണിക്യം. സോനയാക്കോവിലിലെ പച്ചക്കറി ചന്തയിൽ നിന്നും കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന കേടുള്ള പച്ചക്കറികളിൽ നിന്നും അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ചു വാങ്ങി ഭക്ഷണമുണ്ടാക്കി പോന്ന അമ്മ പഞ്ചവർണം. തന്റെ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി പരിഭവങ്ങൾ ഏതുമില്ലാതെ നീറി ജീവിച്ച കുരുന്നു ബാലൻ. 6ാം ക്ലാസ് മുതൽ സ്കൂളിൽ സൗജന്യമായി സത്തിനവ് അഥവാ ഉച്ചഭക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ആ ചോറിന് വല്ലാത്ത ദുർഗന്ധമായിരുന്നു. പുഴുങ്ങിയ മുട്ട കിട്ടിയിരുന്ന ദിവസം മാത്രമായിരുന്നു ഏക ആശ്വാസം. വാടിയ ഇലയിൽ പൊതിഞ്ഞു കിട്ടുന്ന മട്ട ഊരുക എന്ന അച്ചാറ് വാങ്ങി ആർത്തിയോടെ ചോറ് കഴിച്ച് വിശപ്പടക്കി പോന്ന ആ കൗമാരത്തിൽ നിന്നുമാണ് ചുട്ടുപൊള്ളുന്ന കുഞ്ഞു സ്വപ്നങ്ങളുടെ അണ്ടങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്നത്. മധുരൈ സൗരാഷ്ട്ര സ്കൂളിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ NCCയും പ്രസംഗ മത്സരങ്ങളും സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെയായി രാജമാണിക്യം മുന്നേറി. $10 പൈസ പങ്കിട്ടു വാങ്ങിയ തേൻമിഠായികൾ ഇടയ്ക്ക് ദുഃഖം മറച്ചു. ജീവിതത്തിന്റെ കരിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആ കൗമാരക്കാരൻ നടന്നു നീങ്ങി. രാജമാണിക്യത്തിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. മധുരയിലെ രാജാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കോയമ്പത്തൂരിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിസൈനിൽ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലോട് ME പാസ്സായ രാജമാണിക്യം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. വിരുദനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തു പോരുന്ന കരിഞ്ഞ ബാല്യങ്ങളുടെ ദൃശ്യങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കിടെയാണ് രാജമാണിക്യത്തിന്റെ മനസ്സിൽ വിങ്ങലായി തറച്ചത്. പാവങ്ങളെ സഹായിക്കാൻ IAS നേടിയിരിക്കുമെന്ന തീരുമാനം ആ മനസ്സിൽ ഉറപ്പിച്ചത് അതോടെയാണ്. 3 വർഷം നീണ്ട കഠിന ശ്രമങ്ങൾക്കൊടുവിൽ 2008 IAS-കാരനാക്കി രാജമാണിക്യത്തെ മാറ്റുന്നത് ഇതേ നിശ്ചയദാർഢ്യമാണ്. 2009 ജൂൺ 15 തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി MG രാജമാണിക്യം IAS. തുടർന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ സബ് കളക്ടർ, സർവേ ഡയറക്ടർ, രജിസ്ട്രേഷൻ IG എന്നീ സ്ഥാനമാനങ്ങൾ. 2013 കണ്ണൂർ ജില്ലാ കളക്ടറും 2014 ഫെബ്രുവരി 14 മുതൽ 3 വർഷത്തോളം എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്ന രാജമാണിക്യം KFC, KSRTC MD മുതൽ നിരവധി തസ്തികകൾ കടന്ന് ഇപ്പോൾ കേരള റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി ഔദ്യോഗിക പദവിയിലുണ്ട്. പൊതുജനസേവനം മുഖമുദ്രയാക്കിയ ഈ പെരിയ മനിതൻ തന്റെ അച്ഛന്റെ കുടുംബ വീട് മധുരയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. സമ്മർ ക്യാമ്പുകളും പഠന സാഹചര്യങ്ങളും ഒരുക്കി അവരെ പിന്തുണയ്ക്കുമ്പോൾ തന്റെ ബാല്യത്തിലെ ദുരിതങ്ങൾ ആർക്കും വന്നുകൂടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ കേരള കേഡർ IAS-കാരൻ. വ്യത്യസ്തനായ ഈ IAS ഓഫീസർ നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും മഹാഭാഗ്യമാണ്. എന്റെ കയ്യിൽ ഒരു കുഞ്ഞു കണക്ക് പുസ്തകമുണ്ട്. കാഴപ്പഴക്കം കൊണ്ട് പുറംചട്ടം മുഷിഞ്ഞുപോയത്, വീണ്ടും വീണ്ടും മറിച്ച് താളുകൾ പൊടിഞ്ഞു തുടങ്ങിയത്, കാലം മംഗലേൽപ്പിച്ച കടലാസുകളിൽ കുണുകുണയെ കോരിയിട്ട അക്കങ്ങളും അക്ഷരങ്ങളുമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ജീവിതത്തിന്റെ വഴി തേടി അലഞ്ഞ നാളുകളിൽ ലഭിച്ച സഹായങ്ങളെക്കുറിച്ച് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കാസിന്റെ കണക്കാണ് എന്റെ ജീവിതത്തിന്റെ മൂലധനം. മധുരയും ചെന്നൈയും കോയമ്പത്തൂരും ഡൽഹിയും മസൂറിയും കടന്ന് കേരളത്തിലെത്തി നിൽക്കുന്ന എന്റെ ജീവിതയാത്രയിൽ മറക്കാനാകാതെ ഒരുപിടി അനുഭവങ്ങളുടെ പകർത്തിവയ്പ് മാത്രമാണിത്. സർവീസ് സ്റ്റോറിയല്ല, ജീവചരിത്രവുമല്ല,
ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ്. പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള വഴി കൂടി തുറന്നിടുന്നതാണ് ജീവിതമെന്ന ഓർമ്മപ്പെടുത്തൽ. ആ വഴി കണ്ടെത്തുന്നവന് വിജയത്തിന്റെ താക്കോലും സ്വന്തമാക്കാം. വഴിയിൽ തളർന്നു നിൽക്കുന്നവന് എന്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.